കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കൊല്ലണമെന്ന് കരുതുന്ന അർജുനെ പോലും ആത്മാവിന്റെ രൂപത്തിൽ ചെന്ന് കൊല്ലാൻ സാധിക്കില്ല. ഈ കാര്യം നീ മറക്കരുത് മകളെ. ഇനി അങ്ങോട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ നീ എങ്ങനെ നേരിടുന്നു എന്നത് നിന്റെ ബുദ്ധിവൈദഗ്ധ്യങ്ങളെയും നിന്നിലുള്ള മറ്റു കഴിവുകളെയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. പോയി വരൂ മകളെ. ഈ സമയത്ത് ആരാ അർജുൻ? ഇയാളുടെ ചേട്ടനാ. ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. ഹലോ അളിയ. അർജുൻ, അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല അളിയ. എന്തളിയ അങ്ങനെ ചോദിച്ച? അതൊന്നുമില്ല. നിങ്ങളെ തേടി നാഗമാതാവ് ഇവിടെ വന്നോ? അങ്ങനെയോ? അതെ അളിയ. നിങ്ങളിവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ച് എല്ലാരും ഭയപ്പെടുത്തിയിട്ട് പോയി. അളിയ, വേറെ വഴിയില്ലാത്തത് കൊണ്ട് നിങ്ങൾ എവിടെയാണെന്ന് എനിക്ക് പറയേണ്ടി വന്നു. അർജുൻ, നിങ്ങളുടെ സ്ഥലത്തേക്ക് നാഗമാതാവ് വന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലല്ലോ അല്ലേ? അങ്ങനെ ഒരു പ്രശ്നമില്ല അളിയ.
ഇവിടെ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ സേഫാണ്. അളിയൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞങ്ങളിപ്പോൾ ഉള്ള ഗരുഡമലയില് നാഗദേവതയല്ല, സാക്ഷാൽ മഹാവിഷ്ണു ശയിക്കുന്ന ആദിശേഷന് പോലും ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല എന്നാണ് ഭവാനി പറഞ്ഞത്. നാഗദേവതയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല അളിയ. ഞങ്ങളെ ഓർത്ത് ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല അളിയ. ഞങ്ങളിവിടെ സേഫ് ആയിട്ട് തന്നെ ഉണ്ട്. ഏട്ടൻ എന്തിനാ ഫോൺ ചെയ്തത് അർജുൻ? ഒന്നുമില്ല ഭവാനി, അളിയൻ വെറുതെ നമ്മൾ സേഫ് ആണോ എന്ന് ചോദിക്കാൻ വിളിച്ചത്. ശരി അളിയ, സൂക്ഷിക്കുക കേട്ടോ. ഓക്കെ അളിയ. ഈ സമയത്ത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തു, പ്ലീസ് ഡോണ്ട് മൈൻഡ്. സോറി അളിയ. എന്തിനളിയ സോറി? അളിയൻ ഇത്രയ്ക്ക് ഞങ്ങളെ കെയർ ചെയ്യുന്നുണ്ടല്ലോ, അതിന് ഞങ്ങൾ താങ്ക്സാ പറയേണ്ടത്. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അളിയ. ഓക്കെ. ഇങ്ങനെ നോക്കല്ലേ അർജുൻ, എനിക്ക് നാണാവുന്നു. നീ ആരാ? അതെന്ത് പറ്റി അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ നിന്റെ അർജുൻ. അപ്പൊ നീ ആരാ? അത് ഞാൻ നിന്റെ അർജുൻ. വാട്ട്? എന്തു പറ്റി ഭവാനി? അതൊക്കെ പോട്ടെ, എന്നെ പോലിരിക്കുന്ന അവൻ ആരാണെന്ന് ആദ്യം ചോദിക്കുക. ഞാൻ ആരാന്ന് ചോദിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് ഭവാനി? ഞാൻ നിന്റെ അർജുനാണ്. ഡാ, നീ ആരാ? ഇല്ല ഭവാനി, ഞാനാ നിന്റെ അർജുൻ. അർജുൻ? അയ്യോ അല്ല, ഞാനാ നിന്റെ അർജുൻ. ഭവാനി, ഞാനാ നിന്റെ അർജുൻ. ഞാൻ അളിയൻ്റെ അടുത്ത് ഫോൺ ചെയ്തിട്ട് വരുന്നതിനിടയ്ക്ക് എന്റെ രൂപത്തിൽ ഇവിടെ വന്നിട്ട് വെറുതെ കൺഫ്യൂസ് ചെയ്യാ. ഇല്ല ഭവാനി, ഞാനാ നിന്റെ അർജുൻ. നീ എന്തിനാ വെറുതെ കള്ളം പറയുന്നത്? ഞാനാണോ കള്ളം പറയുന്നത്? ഇല്ല ഭവാനി. ഡാ, നീ ആരാ? അത് ചോദിക്കേണ്ടത് ഞാനാ. നീ ആരാ? പറടാ. ഭവാനി, ഭവാനി, ഇല്ല, ഞാനാ നിന്റെ അർജുൻ. ഇവൻ ആരാന്ന് എനിക്കറിയില്ല. ഇവനെ നീ വിശ്വസിക്കരുത്. അവൻ പറയുന്നതെല്ലാം കള്ളോ. അവന്റെ വാക്ക് നീ കേൾക്കരുത്. എനിക്കെന്തിനാണ് നിന്നെ പോലെ വരേണ്ട ആവശ്യം? നീ എന്റെ രൂപത്തിൽ വന്ന് ഭവാനിയെ പറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാടാ നീ? നീ എന്താ മിണ്ടാ നിൽക്കുന്നത്? എടാ, ആ ചോദ്യം ചോദിക്കേണ്ടത് ഞാനാ. ഡാ,
ആരാടാ നീ? എന്തിനാടാ ഈ ഡ്രാമയുടെ ഒക്കെ ആവശ്യം? മറുപടി പറയടാ. ഞാൻ ആരാന്ന് എന്നോട് ചോദിക്കുന്നു. നീ ആരാന്ന് ആദ്യം പറ. ഞാൻ ഭവാനിയുടെ ഭർത്താവാടാ. നീ ആരാ? ഭവാനി ഞാനാ നിന്റെ അർജുൻ. സത്യം പറ, നീ ആരാ? ഞാൻ ഭവാനിയുടെ ഭർത്താവാണ്. അല്ല, ഇതൊക്കെ ആരാ ഭവാനി? ഭവാനി, ഇവർ രണ്ടുപേരും കാണുന്ന എന്നെ പോലെ ഉണ്ടല്ലോ. ഇവരൊക്കെ ആരാ ഭവാനി? എന്റെ രൂപത്തിലുള്ള ഇവരൊക്കെ ആരാ? നിങ്ങളൊക്കെ ആരാ? ആരാ ഇതിൽ എന്റെ അർജുൻ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഇതിൽ ആരാ അർജുൻ? ഭവാനി, ഞാനാ നിന്റെ അർജുൻ. ഭവാനി, ഞാനാ നിന്റെ അർജുൻ. വേറെ ആരെയും നീ വിശ്വസിക്കരുത്. എന്റെ ഭർത്താവ് അർജുൻ ആരാ? ഇല്ല ഭവാനി, ഇവരൊക്കെ കള്ളം പറയുവാ. ഞാനാ നിന്റെ അർജുൻ. നീ എന്തിനാടാ കള്ളം പറയുന്നത്? ഇവരൊക്കെ ആരാ? എനിക്കറിയില്ല. ഭവാനി, ഞാനാ നിന്റെ അർജുൻ. ഭവാനി, ഇല്ല ഭവാനി, ഇവരൊക്കെ നിന്നോട് കള്ളം പറയുവാ. ഞാനാ ശരിക്കുള്ള അർജുൻ. ഭവാനി, ഇവരൊക്കെ പറയുന്ന കള്ളുവാ. ഞാനാ നിന്റെ അർജുൻ. അവര് 3 പേര് പറയുന്നത് കള്ളത്തിലാ ഭവാനി. ഞാനാ നിന്റെ ഭർത്താവ് അർജുൻ. ഇവരാരുമല്ല. ഇല്ല ഭവാനി, നിന്റെ ഭർത്താവ് ഞാനാ. ഇവരൊക്കെ പറയുന്നത് കള്ളത്തിലോ? ഇല്ല ഭവാനി, ഞാനാ നിന്റെ അർജുൻ. ഇവരെല്ലാരും ഫേക്കാണ് ഭവാനി. ഇവര് പറയുന്നത് ഒരിക്കലും നീ വിശ്വസിക്കരുത്. ഞാൻ പറയുന്നത് മാത്രം കേക്ക്. നീ ഇതിൽ പെട്ടുപോകരുത്. അവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഞാനാ നിന്റെ അർജുൻ. ഇവരാരും പറയുന്നത് വിശ്വസിക്കരുത് ഭവാനി. ഞാനാണ് നിന്റെ അർജുൻ. എന്നെ ദയവ് ഇത് വിശ്വസിക്കും. ഇവരൊക്കെ നിന്നെ വിശ്വസിപ്പിച്ച് പറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാ നിന്റെ അർജുൻ. ഇവരാരുമല്ല. ഞാനാടാ അർജുൻ. എന്റെ രൂപത്തിൽ വന്നു എന്ന് കരുതി ഭവാനി നിങ്ങളെ വിശ്വസിക്കുമെന്ന് വിചാരിച്ചോ? ഭവാനി, ഇവര് പറയുന്നത് ഒരിക്കലും സത്യമല്ല ഭവാനി. ഞാനാ നിന്റെ അർജുൻ, നിന്റെ ഭർത്താവ്. അല്ല ഭവാനി, ഞാനാ നിന്റെ അർജുൻ. നിർത്ത്. വെറുതെ ഭവാനിയെ പറ്റിക്കാൻ നിങ്ങളാരും വിചാരിക്കണ്ട. ഭവാനിക്ക് യഥാർത്ഥ അർജുനെ മനസ്സിലാവും. ഭവാനി, ഞാനാ നിന്റെ അർജുൻ. നോക്ക്, നീ എന്നെ ഒന്ന് നോക്ക്. ഭവാനി, ഇവിടെയുള്ള ആരെയും വിശ്വസിക്കരുത് നീ. ഇവരാരും പറയുന്ന സത്യമല്ല. അവന്റെ വാക്ക് വിശ്വസിച്ചാൽ നീ പറ്റിക്കപ്പെടും. ഞാനാ നിന്റെ അർജുൻ. എന്നെ ഒന്ന് വിശ്വസിക്കും. ഇല്ല ഭവാനി, ഞാനാ നിന്റെ അർജുൻ. നിനക്ക് മനസ്സിലായോ? ഞാനല്ലേ നിന്റെ അർജുൻ. നീ എന്താന്നും മിണ്ടാതെ? ഇല്ല ഭവാനി, ഞാനാ നിന്റെ അർജുൻ. ദേവി തന്നെ വിശ്വസിക്ക്. ഇല്ല ഭവാനി, ഞാനാ നിന്റെ അർജുൻ. ഇല്ല ഭവാനി, ഞാനാ നിന്റെ അർജുൻ. ഇല്ല ഭവാനി, ഞാനാ നിന്റെ അർജുൻ. ഇവരാരെയും വിശ്വസിക്കരുത്. ഞാൻ പറയുന്നത് കേക്ക്. ഞാനാ നിന്റെ അർജുൻ. ഇല്ല ഭവാനി, ദൈവീത നിന്നൊന്ന് വിശ്വസിക്ക്. ഞാനാ നിന്റെ അർജുൻ. ഇല്ല ഭവാനി, ഞാനാ നിന്റെ അർജുൻ. എന്നെ ഒന്ന് വിശ്വസിക്ക്. നിനക്കെന്താ എന്നെ വിശ്വാസമില്ലേ? ഞാനാണ് നിന്റെ അർജുൻ എന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഇല്ല ഭവാനി, ഞാനാ നിന്റെ അർജുൻ. നീ എന്നെ ഒന്ന് വിശ്വസിക്ക് ഭവാനി. എന്നെ കണ്ടിട്ട് നിനക്കൊന്നും മനസ്സിലാവുന്നില്ലേ? എന്നെ വിശ്വസിക്ക്. ഇവരെല്ലാം പറയുന്നത് കള്ളത്തിലാണ് ഭവാനി. ഇല്ല ഭവാനി, ഞാനാ നിന്റെ അർജുൻ. നീ ശരിക്കും എന്നെ ഒന്ന് നോക്കിയേ. അപ്പോ നിനക്ക് മനസ്സിലാവും. നിനക്കെന്താ മനസ്സിലാക്കാൻ പറ്റാതെ തന്നെ? ഇവരൊക്കെ നിന്നെ വെറുതെ പറ്റിക്കാനായിട്ട് നോക്കുവാണ്. വിശ്വസിക്കരുത്. നീ ആരെയും വിശ്വസിക്കരുത്. ഞാനാണ് അർജുൻ. ഇല്ല ഭവാനി, ഞാനാ നിന്റെ അർജുൻ. ഇല്ല ഭവാനി, ഞാനാ അർജുൻ. ഞാനാ അർജുൻ. ഇല്ല ഭവാനി, ഞാനാ നിന്റെ അർജുൻ. ഇല്ല ഭവാനി, ഞാനാ അർജുൻ. ഇല്ല, ഞാനാ അർജുൻ. ഇല്ല ഭവാനി, ഞാനാണ് അർജുൻ. പ്ലീസ് ഭവാനി, എന്നെ ഒന്ന് വിശ്വസിക്ക്. നിനക്കെന്താ എന്നെ വിശ്വാസം ആവുന്നില്ലേ? ഞാൻ പറയുന്നത് വിശ്വസിക്കില്ലേ? ഇല്ല ഭവാനി, ഞാനാ നിന്റെ അർജുൻ. ഞാനാണ് ഭവാനി നിന്റെ അർജുൻ. ഇവരാരുമല്ല നിന്റെ അർജുൻ. നിങ്ങളിൽ ആരാ എന്റെ അർജുൻ? ഭവാനി, ഞാനാണ്. എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാ? ഇവരാരുമല്ല ഭവാനി, ഞാനാ നിന്റെ അർജുൻ. നിന്റെ കഴുത്തിൽ താലി കെട്ടിയവൻ. ഇവരൊക്കെ എന്തിനിവിടെ വന്നുവെന്നോ എന്താ ഇവരുടെ ഉദ്ദേശമെന്നോ എനിക്കറിയില്ല. ഞാനാണ് നിന്റെ അർജുൻ. പ്ലീസ് ഭവാനി, ഒന്ന് വിശ്വസിക്ക്. ഞാനാ നിന്റെ അർജുൻ. ഭവാനി, എന്നെ ഒന്ന് വിശ്വസിക്ക്. ഭവാനി, പ്ലീസ്, നീ ആരെയും വിശ്വസിക്കരുത്. ഇവരാരും ഒറിജിനൽ അല്ല. ഞാനാണ് നിന്റെ ഭർത്താവ് അർജുൻ. എന്നെ വിശ്വസിക്ക് ഭവാനി, എന്നെ വിശ്വസിക്ക്. ഞാനാണ് നിന്റെ അർജുൻ. നിങ്ങൾ എന്തിനാ കബളിപ്പിക്കുന്നത്?
ഞാനാണ് ഭവാനി, ഞാനാ നിന്റെ അർജുൻ. അല്ല ഭവാനി, ഇവൻ പറയുന്നത് കള്ളോ. ഞാനാ നിന്റെ അർജുൻ. ഇവരെ ഒന്നും വിശ്വസിക്കരുത്. നിന്റെ അർജുൻ ഞാനാണ്, നിന്റെ ഭർത്താവ് ഞാനാണ്. വിശ്വസിക്ക് ഭവാനി, ഞാനാണ് നിന്റെ അർജുൻ. വിശ്വസിക്ക് ഭവാനി, ഞാനാ. ഇല്ല ഭവാനി, ഞാനാ നിന്റെ അർജുൻ. ഞാൻ പറയുന്നത് വിശ്വസിക്ക് ഭവാനി. അർജുൻ, ഞാനാ നിന്റെ അർജുൻ. ഞാനാ നിന്റെ അർജുൻ ഭവാനി. ഞാനാ നിന്റെ അർജുൻ. ഞാനാ അർജുൻ ഭവാനി. ഞാനാ നിന്റെ അർജുൻ. ഞാനാ നിന്റെ അർജുൻ ഭവാനി. ഞാനാ നിന്റെ അർജുൻ ഭവാനി. ഭവാനി, ഭവാനി, ഭവാനി. അർജുൻ, ഭവാനി, 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 എന്തുപറ്റി? എന്തുപറ്റി ഭവാനി? ഭവാനി, 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 ഭവാനി. ഭവാനി, എനിക്ക് ഭവാനി, പ്ലീസ് ഭവാനി, എനിക്ക് എന്നെ ഒന്ന് നോക്ക് ഭവാനി. ഇവിടെ വേറെ ആരുമില്ല ഭവാനി. പ്ലീസ് ഭവാനി, കണ്ണുറക്ക്. നിങ്ങൾക്ക് ഞാൻ മനസ്സമാധാനം തരാൻ പോകുന്നില്ല. ഇപ്പൊ മാത്രമല്ല, ഒരു കാലത്തും സമാധാനമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഭവാനി, എനിക്ക് ഭവാനി. ഭവാനി, 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 കണ്ണുറക്ക് ഭവാനി. പ്ലീസ് ഭവാനി, കണ്ണുറക്ക് ഭവാനി. നിന്റെ അർജുന വിളിക്കുന്നത്. ഇവിടെ വേറെ ആരുമില്ല ഭവാനി, ഞാൻ മാത്രമേ ഉള്ളൂ ഭവാനി. കണ്ണുറക്ക്, കണ്ണുറക്ക് ഭവാനി. ഭവാനി, എനിക്ക് കണ്ണുറന്ന് നോക്ക് ഭവാനി. ഭവാനി, 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 കണ്ണുറക്ക്. കണ്ണു ഭവാനി, കണ്ണുറക്ക് ഭവാനി. എന്നെ ഒന്ന് നോക്ക് ഭവാനി. ഞാൻ നിന്റെ അർജുനാണ് ഭവാനി. കണ്ണുറക്ക് ഭവാനി. കണ്ണുറന്ന് നോക്ക് ഭവാനി. ഭവാനി, ദൈവമേ.